അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബ്ൽ വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക വകല്ലമല്ലാഹു മൂസ തക്ലീമ. കുറേ റസൂലുമാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഥിച്ചു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചില നബിമാരെ കുറിച്ചിട്ട് കഥിച്ചു കൊടുത്തിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പ്രത്യേകം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ വലിയൊരളവ് നബിമാർ നിയുക്തരായിട്ടുണ്ട്. നമ്മൾ എണ്ണം കേട്ടല്ലോ. റസൂലുമാരും വലിയൊരളവുണ്ട്. അതിൽ പലരും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, പലരും പരാമർശിക്കപ്പെട്ടില്ല. മൊത്തത്തിൽ നമ്മൾ അള്ളാഹു നിയോഗിച്ച നബിമാരെ എല്ലാം വിശ്വസിക്കുന്നു, സത്യപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചവർ 25 നബിമാരുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പേര് പറഞ്ഞ നബിമാരുടെ പേരടക്കം വിശ്വസിച്ച് സത്യപ്പെടുത്തി അവരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ നമ്മൾ അംഗീകരിക്കുന്നു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരെ പരിചയപ്പെടുത്തിയത് ഒരു ഹദീസിൽ, ഇന്ന ശംസ ലം തുഹ്ബസ് ലി ബശരിൻ, സൂര്യനെ ഒരു മനുഷ്യന് വേണ്ടിയും സൂര്യൻ്റെ പ്രയാണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വച്ചിട്ടില്ല. ഇല്ലാ ലി യൂഷ, യൂഷ പ്രവാചകനല്ലാതെ, യൂഷഅന്നല്ലാതെ. യൂഷ എന്ന് പറഞ്ഞാൽ യൂഷ ബിൻ നൂൻ, ഒരു പ്രവാചകൻ്റെ പേരാണ്. യൂഷന് വേണ്ടിയിട്ട് സൂര്യനെ അള്ളാഹു തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ യൂഷ എന്ന പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശമല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇമാം ബുഖാരി അദ്ബുൽ മുഫ്രദിൽ ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒട്ടകത്തിൻ്റെ ആളുകളും ആടിൻ്റെ ഉടമകളും, ഒട്ടകത്തിൻ്റെ ഉടമസ്ഥരും ആടിൻ്റെ ഉടമസ്ഥരും അറാബികളിൽ അവർ പരസ്പരം പെരുമ പറഞ്ഞു എന്നാണ്, പെരുമ കാണിച്ചു എന്നാണ്. ഒട്ടകത്തിൻ്റെ ആളുകൾ അവരുടെ പെരുമ, ഒട്ടകങ്ങൾ വലിയ കാലി സമ്പത്താണല്ലോ. അപ്പോൾ ആടിൻ്റെ ആളുകളും ഇങ്ങനെ അന്യോന്യം പെരുമ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലിടപെട്ട്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞ എന്താ, ബഅസല്ലാഹു മൂസ വഹുവ റാഇ ഗനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയെ അലൈഹിസ്സലാം നിയോഗിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആട്ടിടയനാണ്, ആടിനെ മേക്കുന്ന ആളായിരുന്നു. വബഅസ ദാവൂദ വഹുവ റാഇ ഗനം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി നിയോഗിച്ചു, അദ്ദേഹവും ആട്ടിടയനായിരുന്നു. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറഞ്ഞു, വ ബുഇസ്തു അന, ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ടു. വ അന അർആ ഗനമൻ, ഞാനും ആടുകളെ മേച്ചിരുന്നു. ലി അഹ്ലി ബി അജിയാദ്, എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് അജിയാദ് എന്ന സ്ഥലത്ത്. അപ്പോൾ അജിയാദ് എന്ന് പറഞ്ഞാൽ മക്കയിൽ അറിയപ്പെട്ട സ്ഥലമാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേച്ചിരുന്നു എന്ന് പറയണം. അവിടെ ഈ ഒട്ടകത്തിൻ്റെ ഉടമകളും ആട്ടിൻ്റെ ഉടമകളും തർക്കിച്ചപ്പോൾ, അവർ അന്യോന്യം പെരുമ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാവൂദ് നബിയെക്കുറിച്ചും മൂസാ നബിയെക്കുറിച്ചും പിന്നെ തന്നെക്കുറിച്ചും പറയാണ്, ഞങ്ങൾ ആടുകളെ മേച്ചിരുന്നു എന്നുള്ള വിഷയം. ഞാനിത് ഉദ്ധരിച്ചത് ഇവരുടെ ഈ തർക്കത്തെക്കുറിച്ച് പറയാനല്ല, പിന്നെ നബിമാരുടെ പ്രത്യേകതകൾ ഇതുപോലെ പറയപ്പെട്ടിട്ടുണ്ട് പലതും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ അതനാമു ഖബ്ല അൻ തൂതിർ, നിങ്ങൾ വിത്റാക്കണീൻ്റെ മുമ്പ് ഉറങ്ങുകയാണോ റസൂലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വേഗം ഉറങ്ങുകയാണ്, വിത്റാക്കിയിട്ടില്ല. അപ്പോൾ ചോദിക്കുകയാണ്, അതനാമു ഖബ്ല അൻ തൂതിർ, വിത്റാക്കണീൻ്റെ മുമ്പ് നിങ്ങൾ ഉറങ്ങുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ആയിഷ ഇന്ന ഐനയ്യ തനാമാനി വല യനാമു ഖൽബി, എൻ്റെ കൽബ് ഉറങ്ങൂല, എൻ്റെ കണ്ണേ ഉറങ്ങുള്ളൂ എന്ന് പറയാണ്. നബിമാരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിമാരുടെ കണ്ണുകൾ ഉറങ്ങും, കൽബുകൾ ഉറങ്ങൂല എന്ന് പറഞ്ഞതും ഇതുപോലെ ഹദീസിൽ കാണാം. ഞാനിത് ഉണർത്തിയത് ഇപ്പോൾ നബിപുങ്കവന്മാരുടെ പ്രത്യേകതകളും അവരുടെ ധർമ്മങ്ങളും അതേപോലെ തന്നെ അവരുടെ വിശേഷണങ്ങളും അതൊരു പരാവാരം പോലെ പരന്ന ഒരു വിഷയമാണ്. എണ്ണിയാൽ തീരൂല, പറഞ്ഞാൽ അവസാനിക്കില്ല, അതൊരു വലിയ വിഷയമാണ്. പിന്നെ വന്നബീൻ എന്ന് പറയുമ്പോൾ നബിമാരെ വിശ്വസിക്കുക, സമ്മതിക്കുക, സത്യപ്പെടുത്തുക, അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അതിലുദ്ദേശം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച എല്ലാ നബിമാരെയും എല്ലാ റസൂലുമാരെയും മൊത്തത്തിൽ അംഗീകരിക്കുക,
അവരിൽ വിശദമാക്കപ്പെട്ടവർ, അവരുടെ ചരിത്രം പറയപ്പെട്ടവർ, വിശേഷണങ്ങൾ പറയപ്പെട്ടവർ, അവരെ ആ വിശേഷണം അതൊക്കെ അംഗീകരിച്ച് സമ്മതിച്ചുകൊണ്ട് സത്യപ്പെടുത്തുക, വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ, ഈമാൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഏതായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വന്നബിയീൻ, നബിമാരിലും ഈമാൻ ഉൾക്കൊണ്ടവർ, അവരുടെ പുണ്യമാണ് പുണ്യം. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വന്നബിയീൻ. അതിൻ്റെ ഒരു വിശദീകരണമാണ് ചുരുങ്ങിയ നിലക്ക് നമ്മളിവിടെ ശ്രവിച്ചത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ പുണ്യമാണ് പുണ്യം, ആരാണ് യഥാർത്ഥ പുണ്യാളൻ, നന്മയുടെ വാക്താവ്, സുഹൃതവാൻ, സൽഗുണ സമ്പന്നൻ, അത് തീർന്നിട്ടില്ല. ഈമാനാണ് പ്രഥമം, അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പുണ്യങ്ങളുടെയും നന്മയുടെയും അടിസ്ഥാനമായി വർത്തിക്കേണ്ട ഈമാനിനെ ഇവിടെ പറഞ്ഞു. ഈമാൻ 5 കാര്യങ്ങൾ. അതിൽ ഖദർ, അതിലുള്ള വിശ്വാസം ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം അത് അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമായതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഈമാനു മൻ ആമന ബില്ലാ എന്ന് പറഞ്ഞു. അതിൽ വിധി വിശ്വാസവും അന്തർലീനമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, അതേപോലെ കിതാബുകളിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, ഈമാൻ കാര്യങ്ങളെ പ്രഥമമായി പറഞ്ഞു. ബിറിൻ്റെ ഗണം തീരുന്നില്ല. ഇനി നമുക്ക് വആതൽ മാല അലാ ഹുബ്ബിഹി എന്ന് തുടങ്ങിയിട്ട് അത് തുടർന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്.